നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി NDA ലോഗോ പ്രകാശനം ചെയ്തു. ഇടതും വലതും മതിയായി, ഇനി വരണം NDA എന്നതാണ് ലോഗോയിലെ വാചകങ്ങൾ. ലോഗോ പ്രകാശനം തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം. LDF ഭിന്നത. പാലക്കാട് ജില്ലയിൽ INL തനിച്ച് മത്സരിക്കും. INL LDFിന്റെ ഭാഗമല്ലാത്ത കാലത്തെ പരിഗണന പോലും മുന്നണിയുടെ ഭാഗമായപ്പോൾ ലഭിച്ചില്ലെന്നും ആക്ഷേപം. INLിന് അർഹമായ പരിഗണന നൽകുമെന്ന LDF നേതൃത്വത്തിന്റെ ഉറപ്പിന്റെ ലംഘനമാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ നടന്നതെന്നും INL സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് വല്ലപ്പുഴ. മങ്കരയിൽ UDF പട്ടികയായി. ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിൽ 14 പുതുമുഖങ്ങൾ. 2 തവണ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് MN ഗോകുൽദാസ് മത്സരരംഗത്തില്ല. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ 8 കിലോ കഞ്ചാവുമായി 2 പേർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത് വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ആരിഫ്, ചോട്ടു. പ്രതികൾ പിടിയിലായത് ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവ് ഓട്ടോറിക്ഷയിൽ കയറ്റി ചാവക്കാട്ടേക്ക് കൊണ്ടുപോകുന്നതിനിടെ. ദേവഗണങ്ങളെ സാക്ഷിയാക്കി കൽപ്പാത്തി അഗ്രഹാര വീതികളിൽ ദേവരഥ പ്രയാണം ആരംഭിച്ചു. ദേവരഥ സംഗമം ഞായറാഴ്ച. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. NDA തെരഞ്ഞെടുപ്പ് ലോഗോ പ്രകാശനം ചെയ്തു. ഇടതും വലതും മതിയായി, ഇനി വരണം NDA എന്നതാണ് ലോഗോയിലെ വാക്കുകൾ. തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷമായിരുന്നു ലോഗോ അവതരിപ്പിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പ് സന്ദേശം കൃത്യമാണ്. ഏത് സംസ്ഥാനമാണെങ്കിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും പിന്തുണയ്ക്കുന്നതും വികസനത്തെയാണ് എന്നതാണ് ആ സന്ദേശം. BJP NDA നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നു. തങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ 45 ദിവസത്തിനകം ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എല്ലാ വർഷവും അതിന്റെ ഒരു റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിന്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ്? ഇതുവരെ ഇവരെല്ലാം ജയിക്കുന്നതും ഈ ഫേക്ക് വോട്ടർ വഴിയും എത്രയോ കാലമായിട്ട് ഇലക്ട്രൽ റോളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ തന്ത്രം ആയിരുന്നു ഇവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി, ഭരണം പിടിക്കാനും മത്സരിച്ച് ജയിക്കാനും. അതുകൊണ്ടല്ലേ ഈ നമ്മുടെ നാട്ടിലിപ്പോ കോൺഗ്രസും CPM ഒരു വശത്ത് വോട്ട് ചോരി എന്ന് പറയുന്ന കോൺഗ്രസ് മറുവശത്ത് പറഞ്ഞു SIR വേണ്ട. ശുദ്ധീകരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ, നമ്മുടെ ഡെമോക്രസിക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആവശ്യമാണ്. ജനങ്ങൾക്ക് ഡെമോക്രസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഒരു ആവശ്യമാണ്. ഈ 2 കാര്യങ്ങൾ ബീഹാറിന്റെ ജനങ്ങൾ തന്ന സന്ദേശം, എടുത്തൊരു തീരുമാനം കേരളത്തിന്റെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അവരനുഭവിച്ച കഴിഞ്ഞ 10 കൊല്ലം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ CPM സർക്കാർ അവരുടെ വോട്ട് നേടി. ഒന്നും നന്നായില്ല. ഇവിടെ അഴിമതി, കുറ്റകരമായ അനാസ്ഥ, പ്രീണനം, കഴിവില്ലായ്മ 10 കൊല്ലം ജനങ്ങൾ സഹിച്ചു. കേരള ജനങ്ങളും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു അവകാശം, വികസനം, വികസന രാഷ്ട്രീയം. അത് ഞങ്ങൾ കൃത്യമായി ഇലക്ഷനിൽ ഞങ്ങൾ മാർച്ച് മുതൽ പറയുന്ന കാര്യമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ കാഴ്ചപ്പാട്, BJP NDAയുടെ കാഴ്ചപ്പാട് വികസനമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്, ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. LDFിൽ ഭിന്നത രൂക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ INL തനിച്ച് മത്സരിക്കും. INL LDFിന്റെ ഭാഗമല്ലാതിരുന്ന കാലത്തെ പരിഗണന പോലും മുന്നണി ഭാഗമായപ്പോൾ ലഭിച്ചില്ലെന്നാണ് ആക്ഷേപം. INLിന് അർഹമായ പരിഗണന നൽകുമെന്ന LDF നേതൃത്വത്തിന്റെ ഉറപ്പിന്റെ ലംഘനമാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ നടന്നതെന്നും INL സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് വല്ലപ്പുഴ പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25 വർഷക്കാലത്തിലേറെയായി LDFിന്റെ പരാജയത്തിലും വിജയത്തിലും ഒപ്പം നിന്ന പ്രസ്ഥാനമാണ് INL. മുന്നണിയുടെ ഭാഗമല്ലാതിരുന്ന 2015 നൽകിയ ഒറ്റപ്പാലം ബ്ലോക്കിലെ വല്ലപ്പുഴ സീറ്റ് നൽകിയിരുന്നു. എന്നാൽ ഇത് പല കാരണങ്ങൾ നിരത്തി തിരിച്ചെടുത്തു.
INL ആവശ്യപ്പെട്ട സീറ്റുകൾ പരിഗണിക്കാമെന്ന ഉറപ്പ് നൽകിയ ശേഷമാണ് സീറ്റ് നിഷേധം നടത്തിയത്. ജനങ്ങളുമായി രാഷ്ട്രീയ സംവാദവേദിയായ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് INL പിന്മാറില്ല. പട്ടാമ്പി, മണ്ണാർക്കാട്, അലനല്ലൂർ, ഒറ്റപ്പാലം, കുമരംപുത്തൂർ, അമ്പലപ്പാറ തുടങ്ങി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ INLന് ചെറുതല്ലാത്ത സ്വാധീനമുണ്ട്. INLനെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറിക്കും LDF കൺവീനർക്കും കത്ത് നൽകിയെങ്കിലും നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത്. ഇത് അംഗീകരിക്കാനാവില്ലെന്നും ചിലയിടങ്ങളിൽ തനിച്ചും മറ്റിടങ്ങളിൽ സമാന മനസ്കരുമായി യോജിച്ചും മത്സരിച്ച് ശക്തി തെളിയിക്കുമെന്നും അഷ്റഫ് വല്ലപ്പുഴ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ സമാന മനസ്കരുമായി ചേർന്ന് വിവിധ ഭാഗങ്ങളിൽ മത്സരിക്കാനും ചില പ്രദേശങ്ങളിൽ പാർട്ടി ചിഹ്നത്തിലും സ്വതന്ത്രരായിട്ടും മത്സര രംഗത്ത് ഉറച്ചു നിൽക്കാനുമാണ് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ തീരുമാനം. ഒരു രാഷ്ട്രീയ പാർട്ടി തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വാർഡ് മെമ്പറാകാനോ അതല്ലെങ്കിൽ ജനപ്രതിനിധിയാകാനോ മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ ആ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാൻ സാധ്യമാകൂ എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് മത്സര രംഗത്ത് നിന്ന് പാടെ വിട്ടു നിൽക്കുക എന്നത് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മത്സര രംഗത്ത് ഉറച്ചു നിൽക്കാൻ പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. INL ജില്ലാ പ്രസിഡന്റ് അസീസ് പരുത്തിപ്ര, ജില്ലാ ജനറൽ സെക്രട്ടറി PV ബഷീർ, NYL സംസ്ഥാന ട്രഷറർ KV അമീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കരയിൽ UDF സ്ഥാനാർത്ഥി പട്ടികയായി. ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിൽ 14 പേരും പുതുമുഖങ്ങളാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലേക്ക് 15 സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ഡിവിഷനിലേക്ക് 2 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും DCC ജില്ലാ സെക്രട്ടറിയുമായ MN ഗോകുൽദാസ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തിൽ വലിയ വികസനമാണ് നടപ്പാക്കിയതെന്നും UDF തുടർ ഭരണം ഉറപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മങ്കരയിൽ UDF സ്ഥാനാർത്ഥികളുടെ പട്ടികയായി. 15-ൽ 14 പേരും പുതുമുഖങ്ങളാണ്. മണ്ഡലം ഭാരവാഹികൾ പ്രഖ്യാപനം നടത്തി. ഇത്തവണയും വിജയിച്ച് UDF തുടർ ഭരണം നടത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ആസന്നമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മങ്കര ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലേക്ക് ഐക്യകണ്ഠേന സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ മങ്കര ഡിവിഷനും തേനൂർ ഡിവിഷനും 2 സ്ഥാനാർത്ഥികളെ ഐക്യകണ്ഠേന UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ 17 സ്ഥാനാർത്ഥികളും മത്സര രംഗത്ത് സജീവമായിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പാനലിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, അതുപോലെ തന്നെ കർഷകരെ മുൻനിർത്തിക്കൊണ്ട് കർഷക കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർ, മഹിളാ കോൺഗ്രസിന്റെ നേതാവും, അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസിന്റെ അധ്യക്ഷനും, അങ്ങനെ പഴയ പുതുമുഖങ്ങളും യുവാക്കളും വനിതകളും എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സന്തുലിത ലിസ്റ്റാണ് ഈ പാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 തവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MN ഗോകുൽദാസ് ഇത്തവണ മത്സരരംഗത്തില്ല. വാർഡ് 1 M ആരിഫ, വാർഡ് 2 MA രാജൻ, വാർഡ് 3 NR രാജേഷ്, വാർഡ് 4 KC സന്തോഷ്, വാർഡ് 5 K ഫസീല, വാർഡ് 6 K പ്രമിത, വാർഡ് 7 MN ഉഷാകുമാരി, വാർഡ് 8 VR രമേശ്, വാർഡ് 9 മോഹിനി, വാർഡ് 10 NK അഖിൽ, വാർഡ് 11 KV ജയൻ, വാർഡ് 12 VM സബീന, വാർഡ് 13 ബേബി വിമല, വാർഡ് 14 MR രഞ്ജിമ, വാർഡ് 15 CK ദേവദാസ് എന്നിവരാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ. ബ്ലോക്ക് പഞ്ചായത്ത് മങ്കര ഡിവിഷൻ സുമംഗലയും തേനൂർ ഡിവിഷനിൽ C വിനയനെയും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാണ് തേനൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന C വിനയൻ. വാർഡ് 8 മത്സരിക്കുന്ന രമേശ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്. മണ്ഡലം ട്രഷറർ KC സന്തോഷാണ് 4ാം വാർഡിൽ മത്സരിക്കുന്നത്. വാർഡ് 10 മത്സരിക്കുന്ന NK അഖിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മങ്കര ഡിവിഷനിൽ മത്സരിക്കുന്ന സുമംഗല മഹിളാ കോൺഗ്രസ് ഉപാധ്യക്ഷയാണ്. N അച്യുതൻകുട്ടി, VR രമേശ്, NK അഖിൽ, PH ഷാഹുൽ ഹമീദ്, KC സന്തോഷ് എന്നിവർ പങ്കെടുത്തു. മത്സര രംഗത്തില്ലെങ്കിലും തെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ജില്ലാ സെക്രട്ടറി കൂടിയായ MN ഗോകുൽദാസാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മങ്കര ഗ്രാമപഞ്ചായത്ത് അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ തന്നെ 15 ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും 2 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായും യുവാക്കൾക്കും മഹിളകൾക്കും കർഷകർക്കും ഒക്കെ അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായ ആളുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഈ പാനൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച്
ഈ ഭരണം തുടരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഞാനിത് പറയുമ്പോൾ ഭൂരിപക്ഷമില്ലാതെ മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത് 5 വർഷക്കാലം അസ്വാരസ്യങ്ങൾ ഒന്നുമില്ലാതെ ഈ ഭരണസമിതിയെ മുന്നോട്ട് നയിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നത് തികച്ചും ചാരിതാർത്ഥ്യമുള്ളതാണ് എന്ന് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ മറ്റ് സാധാരണക്കാരായ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് നൽകാൻ കഴിഞ്ഞു എന്നത് വലിയതായി തന്നെയാണ് ഈ ഭരണസമിതി കാണുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്കതായ 2-3 പദ്ധതികളാണ് വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം തുടങ്ങി വെക്കാൻ കഴിഞ്ഞത്, അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പകൽ വീടിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞത്, 15 സെന്റ് സ്ഥലവും ഒരു വീടും ഏറ്റെടുത്തുകൊണ്ട് തെറാപ്പി സെന്റർ തുടങ്ങിയത്, സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി മങ്കര കൂട്ടപ്പരയിലും അതുപോലെ തന്നെ മാങ്കുരിശി ഹോമിയോ ആശുപത്രിക്കും ലക്ഷക്കണക്കിന് രൂപ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ 8 കിലോ കഞ്ചാവുമായി 2 പേർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ആരിഫ്, ചോട്ടു എന്നിവരാണ് പിടിയിലായത്. ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച കഞ്ചാവ് ഓട്ടോയിൽ കയറ്റി ചാവക്കാട്ടേക്ക് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് ഓട്ടോയെ പിന്തുടർന്ന പോലീസ് സംഘം പടിഞ്ഞാറേക്കോട്ടയിൽ വെച്ച് ഇവരെ പിടികൂടിയായിരുന്നു. ദേവഗണങ്ങളെ സാക്ഷിയാക്കി കൽപ്പാത്തി അഗ്രഹാര വീതികളിൽ ദേവരഥ പ്രയാണം ആരംഭിച്ചു. മന്തക്കര മഹാഗണപതി ക്ഷേത്ര രഥാരോഹണം നടന്നു. ദേവരഥ സംഗമം ഈ വരുന്ന ഞായറാഴ്ച നടക്കും. രുദ്രാഭിഷേകം, വേദപാരായണ സമാപ്തി, ആശീർവാദം എന്നിവയ്ക്ക് ശേഷമായിരുന്നു മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥാരോഹണം. ഗ്രാമസമൂഹങ്ങൾ വിശാലാക്ഷി സ്വമേധ വിശ്വനാഥ ക്ഷേത്രത്തിലെത്തി ആചാരപൂർവ്വം അനുമതി തേടിയതോടെയാണ് രഥപ്രയാണം ആരംഭിച്ചത്. പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും ചാത്തപുരം പ്രസന്ന മഹാലക്ഷ്മി ക്ഷേത്രത്തിലെയും രഥാരോഹണം ഞായറാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വികസന നേട്ടങ്ങളും കോട്ടങ്ങളുമായി ചേലക്കര പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച തദ്ദേശം 2025 സംവാദ സദസ്സ് ശ്രദ്ധേയമായി. തദ്ദേശ സംവാദം സംഘടിപ്പിച്ചത് 5 പഞ്ചായത്തുകളിലെയും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. LDF, UDF, NDA പ്രതിനിധികളായിരുന്നു സംവാദത്തിൽ പങ്കെടുത്തത്. തോന്നൂർക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന സംവാദ സദസ്സ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി വി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, കൺവീനർ സ്റ്റാൻലി കെ സാമുവൽ, ട്രഷറർ MR സജി, രക്ഷാധികാരികളായ M മജീദ്, മണി ചെറുതുരുത്തി, TB മൊയ്തീൻകുട്ടി, PROമാരായ PV സമീർ, വിബിക്സ് കുര്യാക്കോസ്, പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ മനോജ് തൈക്കാട്ട്, MA വിഷ്ണു, PM റഷീദ്, സജി കിള്ളിമംഗലം, MI സാബിർ, പ്രമോദ്, മനോജ്, P പ്രവീൺ, M അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന മുന്നണികളായ LDFിലെ KM അഷ്റഫ്, UDFിലെ PM അനീഷ്, NDAയിലെ ശശി വെന്നൂർ എന്നീ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് സംവാദം സംഘടിപ്പിച്ചത്. സംവാദ സദസ്സിന് P പ്രദീപ് മോഡറേറ്ററായി. തുടർന്ന് പ്രതിനിധികൾക്ക് പ്രസ് ക്ലബിന്റെ സ്നേഹാദരവും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ബീഹാറിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് BJP പ്രവർത്തകർ ആഭിമുഖ്യത്തിൽ പാലക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി. BJP ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മധുര വിതരണവും ഉണ്ടായിരുന്നു. അഞ്ചുവിളക്ക് പരിസരത്ത് നടന്ന സമാപനം BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് C മധു സ്വാഗതം പറഞ്ഞു. ജില്ലാ മീഡിയാസ് കൺവീനർ ബാബു വെണ്ണക്കര നന്ദി പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ജില്ലാ ഭാരവാഹികളായ G പ്രഭാകരൻ, T ബേബി, സുമതി സുരേഷ്, M സുനിൽ, മേഖലാ സെക്രട്ടറി ഹരി പട്ടിക്കര, SC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശാന്തകുമാരൻ, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി സിന്ധുരാജൻ, മണ്ഡലം ഭാരവാഹികളായ NR രാമകൃഷ്ണൻ, ദിവ്യ സന്തോഷ്, റാബിയ ബാബു, ശരവണൻ തിരുനെല്ലായി, യുവമോർച്ച ജില്ലാ ഭാരവാഹികളായ അംജിത്, അജേഷ്, SC മോർച്ച ജില്ലാ ഭാരവാഹികളായ ഗണേശൻ, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചു. സ്ഥാനാർത്ഥിത്വം നിരസിച്ചതിനെ തുടർന്നാണ് രാജിവെച്ചത്. കോൺഗ്രസിലെ നിമ്മി റപ്പായിയാണ് രാജിവെച്ചത്. LDF ചേർന്ന് മത്സരിക്കാൻ തീരുമാനിച്ചു. മാനവികതയ്ക്ക് ഒരു ഇശൽ സ്പർശം എന്ന മുദ്രാവാക്യവുമായി കേരള മാപ്പിള കലാ അക്കാദമി പാലക്കാട് ജില്ലാ പ്രതിനിധി സംഗമം ഒറ്റപ്പാലത്ത് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ തിരൂരങ്ങാടി സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ സൗഹൃദവും ഈ സ്നേഹവും ഒക്കെ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ മാപ്പിള കലാ അക്കാദമി ആളുകൾക്കിടയിൽ പരിചയപ്പെടുത്താൻ.
കാരണം കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ചിന്തകളിൽ സ്നേഹവും സൗഹൃദവും ഒക്കെ പറഞ്ഞ് ഒരുപാട് കാലം ഈ കലയെയും കലാരംഗത്തെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഈ ശബ്ദമാഷ് പണ്ടേ പറഞ്ഞൊരു കാര്യമാണ്. ഒന്നുകൂടി ഞാൻ കൂടുതൽ പറയുക. അടുത്ത കാലത്താണ് നമുക്ക് ഒറ്റപ്പാലത്തെ ചാപ്റ്റർ വന്നു. ഒറ്റപ്പാലം ചാപ്റ്റർ വന്ന് ഞാൻ അവരുടെ പ്രവർത്തനത്തെ ഇങ്ങനെ നോക്കിക്കാണിയിരുന്നു. എന്താന്ന് വെച്ചാൽ മാപ്പിള പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹയർ സെക്കൻഡറി, ഹൈസ്കൂള്, UP, LP തലങ്ങളിൽ 1ാം സ്ഥാനം നേടിയ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ അവർ സ്വീകരിച്ച് പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, PH അബ്ദുള്ള മാഷിന്റെ പേരിൽ നാമധേയത്തിൽ സ്കൂളുകൾക്ക് റോളിംഗ് ട്രോഫി കൊടുക്കാൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ചാപ്റ്റർ കമ്മിറ്റി തീരുമാനിച്ചു. അത് നൽകി എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. അത് കണ്ട ഉടനെ തന്നെ രണ്ടാമത് കൊടുങ്ങല്ലൂർ ചാപ്റ്ററും ഇതുപോലെ തന്നെ ആ ഉപജില്ലയിൽ മാപ്പിളപ്പാട്ടിൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ തലങ്ങളിൽ 1ാം സ്ഥാനം കിട്ടിയ മാപ്പിളപ്പാട്ടിലെ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ അവരും അവിടെ ട്രോഫി കൊടുത്ത് അവിടെ DOയും Aയും ഒക്കെ പങ്കെടുത്ത ചടങ്ങിൽ അതും കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ പറയുന്നു, ഇപ്പോ ഞാൻ വന്നുകൊണ്ട് മലപ്പുറം ജില്ലയുടെ സെക്രട്ടറി പറഞ്ഞു, നമുക്ക് അടിയന്തരമായി ചെയ്യാനുള്ളത് ജില്ലാ കലോത്സവം നടക്കുന്നു. കലോത്സവത്തിലെ ഉന്നതമായ രംഗങ്ങളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന മാപ്പിള കലകളുമായി ബന്ധപ്പെട്ട് വിജയത്തിലെത്തുന്ന A ഗ്രേഡ് നേടുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ആലോചനയുണ്ട്. PT സലീം അധ്യക്ഷത വഹിച്ചു. രാജീവ് പാലോടൻ, ഇല്യാസ് മണ്ണാർക്കാട്, ഹമീദ് കോട്ടപ്പാടം, ബാലകൃഷ്ണൻ ചളവറ, റഫീഖ് ചളവറ, MK ഉമ്മർ മാഷർ, ഹുസൈൻ പട്ടാമ്പി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി NDA ലോഗോ പ്രകാശനം ചെയ്തു. ഇടതും വലതും മതിയായി, ഇനി വരണം NDA എന്നതാണ് ലോഗോയിലെ വാചകങ്ങൾ. ലോഗോ പ്രകാശനം തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം. LDF ഭിന്നത, പാലക്കാട് ജില്ലയിൽ INL തനിച്ച് മത്സരിക്കും. INL LDFിന്റെ ഭാഗമല്ലാത്ത കാലത്തെ പരിഗണന പോലും മുന്നണിയുടെ ഭാഗമായപ്പോൾ ലഭിച്ചില്ലെന്നും ആക്ഷേപം. INLിന് അർഹമായ പരിഗണന നൽകുമെന്ന LDF നേതൃത്വത്തിന്റെ ഉറപ്പിന്റെ ലംഘനമാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ നടന്നതെന്നും INL സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് വല്ലപ്പുഴ. മങ്കരയിൽ UDF പട്ടികയായി. ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിൽ 14 പുതുമുഖങ്ങൾ. 2 തവണ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് MN ഗോകുൽദാസ് മത്സരരംഗത്തില്ല. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ 8 കിലോ കഞ്ചാവുമായി 2 പേർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത് വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ആരിഫ്, ചോട്ടു. പ്രതികൾ പിടിയിലായത് ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവ് ഓട്ടോറിക്ഷയിൽ കയറ്റി ചാവക്കാട്ടേക്ക് കൊണ്ടുപോകുന്നതിനിടെ. ദേവഗണങ്ങളെ സാക്ഷിയാക്കി കൽപ്പാത്തി അഗ്രഹാര വീതികളിൽ ദേവരഥ പ്രയാണം ആരംഭിച്ചു. ദേവരഥ സംഗമം ഞായറാഴ്ച. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.